നമസ്കാരം. ആധ്യാത്മിക മാർഗത്തിലും ലോകവ്യവഹാരങ്ങളിലും ഉണ്ടാകുന്ന വിഘ്നങ്ങളകറ്റാൻ ഗണപതി ഭജനം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനാൽ ഗണപതിയെ വിഘ്നേശ്വരൻ എന്ന് അറിയപ്പെടുന്നു. ഗണേശൻ്റെ പൂർണ്ണ രൂപമാണ് മഹാഗണപതി. എന്ത് കാര്യം തുടങ്ങുന്നതിന് മുൻപും ഗണപതിയെ സ്മരിക്കുന്നതിലൂടെ എല്ലാ തടസ്സങ്ങളും അകന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ഭംഗിയായി നടത്തിത്തരാൻ ഗണപതി ഭഗവാന് കഴിയും. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് മനസമാധാനത്തോടെയുള്ള ജീവിതം. അത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടേണ്ട ഒന്നാണ്. എത്ര പണവും പ്രശസ്തിയും ഉണ്ടായാലും കുടുംബജീവിതത്തിൽ മനസമാധാനവും സന്തോഷവും ഇല്ലെങ്കിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല. ഐക്യവും കുടുംബാംഗങ്ങൾക്കിടയിലും സന്തോഷവും മനസമാധാനവും ഉണ്ടാകാൻ ഞാൻ ഇനി പറയുന്ന ഗണപതി മന്ത്രം നിത്യവും 108 ജപിക്കുക. ഒറ്റത്തവണ ജപിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ പോസിറ്റിവിറ്റി അനുഭവപ്പെടുന്നതാണ്. മന്ത്രം ഇതാണ്: ഓം ഗം ഗണപതേ നമ. ഓം ഗം ഗണപതേ നമ. ഇത് 108 ജപിക്കുക.